ആറാമത്തെ പാഠമാണ് എടുത്തത്. പാഠത്തിൻ്റെ പേര് മാപ്പ്. എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോളിനെ കുറിച്ച് നമുക്കറിയാം. വള്ളത്തോൾ ഒരുപാട് പ്രശസ്തനായ ഒരു കവിയാണ്. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നവരിൽ ഒരാളാണ് വള്ളത്തോൾ. അപ്പോൾ വള്ളത്തോളിൻ്റെ മാപ്പ് എന്ന കവിത വായിച്ചു നോക്കുക. അതിൻ്റെ ആശയം അത് ഞാൻ വ്യക്തമാക്കാം. മലയാള കവിതയിൽ ശബ്ദസുന്ദരമായ വരികളിലൂടെ വായനക്കാരുടെ മനം കവർന്ന കവിയായിരുന്നു ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ വള്ളത്തോൾ നാരായണ മേനോൻ. ചൂഷണത്തിനെതിരായ സമൂഹത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നതാണ് വള്ളത്തോളിന്റെ മാപ്പ് എന്ന കവിത. പല ദിക്കുകളിലേക്ക് പോകാൻ തിരക്കിടുന്ന യാത്രക്കാർ തിങ്ങിയ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കാണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. കവിതയിൽ ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ അകത്തളാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് കിടക്കുന്ന ഒരു വ്യക്തി, അയാളെ സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത ആദ്യം തന്നെ ആരംഭിക്കുന്നത്. കവിതയുടെ ഉള്ളടക്കം എന്ന് വെച്ചാൽ ചൂഷണത്തിനെതിരായ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നതാണ് വള്ളത്തോളിന്റെ മാപ്പ് എന്ന കവിത. സ്നേഹത്തിന്റെ മലിനമായ ഒരു കോണിൽ ഒറ്റയ്ക്ക് ഒരാൾ മലർന്നു നീണ്ടു നിവർന്നു കിടക്കുന്നു. സ്നേഹത്തിന്റെ മലിനമായ ഒരു കോണിൽ ഒറ്റയ്ക്ക് ഒരാൾ മലർന്നു നീണ്ടു നിവർന്നു കിടക്കുന്നു. ഈ ചിത്രം കവിതയ്ക്ക് നാടകീയമായ ഒരു തുടക്കമാകുന്നു. മെലിഞ്ഞു വിരൂപമായ ഒരാളാണ് സ്റ്റേഷന്റെ മൂലയിൽ ചലനമറ്റ് കിടക്കുന്നത്. അയാളുടെ രൂപം എങ്ങനെയാണ്? മെലിഞ്ഞ് വിരൂപമായ ഒരാൾ സ്റ്റേഷന്റെ മൂലയിൽ ചലനമറ്റ് കിടക്കുന്നു. തീവണ്ടി പോകാത്ത ഒരിടത്തേക്കാണ് അയാളുടെ ആയാസപൂർണമായ യാത്ര. തീവണ്ടി പോകാത്ത ഒരിടത്തേക്ക് ആണ് അയാളുടെ യാത്ര, അയാൾ ആഗ്രഹിക്കുന്ന യാത്ര. തീവണ്ടി ചെല്ലാത്തിടത്തേക്കാണ് ഇയാൾക്ക് പോകേണ്ടതെന്നും ആ യാത്ര ഏറ്റവും ക്ലേശം നിറഞ്ഞതാണെന്നും പറയുമ്പോൾ യാത്രയ്ക്ക് വ്യത്യസ്തമായ അർത്ഥമാണെന്ന് വ്യക്തമാകുന്നു. ഇയാളുടെ കണ്ണുകൾ കുഴിയിൽ ആണ്ടുപോയിരിക്കുന്നു. മരണം കാത്ത് കിടക്കുകയാണ്. കണ്ണുകളൊക്കെ കുഴിയിൽ കണ്ടുപോയി മരണം കാത്ത് കിടക്കുകയാണ്. ദീർഘയാത്രക്കൊരുങ്ങി നിൽക്കുന്ന ഇയാൾക്ക് കുപ്പായമോ കുടയോ മാറാപ്പോ വിരിപ്പോ ചെരിപ്പോ ഒന്നുമില്ല. ആരാണ് ആ സാധു മനുഷ്യന്റെ കഷ്ടാവസ്ഥയ്ക്ക് ഉത്തരവാദി? പിശാചിനെ പോലെ അത്യാഗ്രഹമായി നടക്കുന്ന ഒരു മുതലാളിയെയാണ് ഈ പാവത്തിന്റെ ഇപ്പരുവത്തിലാക്കിയത്. മുതലാളി വർഗം അവരുടെ സുഖലാഭങ്ങൾക്ക് വേണ്ടി ഇയാളുടെ ചോരയും നീരും ഊറ്റിയെടുത്തു. തൊഴിലാളികളുടെ കനവില്ലാത്ത കണക്കറ്റ് ചൂഷണം ചെയ്യുന്ന ധനിക വർഗത്തെ നേരിട്ട് വിമർശിക്കുകയാണ് കവി ചെയ്യുന്നത്. അവിടെ കവി ചെയ്യുന്നത് എന്താണ്? തൊഴിലാളികളെ കനിവില്ലാത്ത കണക്കറ്റ് ചൂഷണം ചെയ്യുന്ന ധനിക വർഗത്തെ നേരിട്ട് വിമർശിക്കുക. അച്ഛനമ്മമാരും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ എവിടെ കിടന്ന് മരിക്കുന്നതോടെ ആ കുടുംബം അനാഥമായി തീരുമെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. മരണം കാത്തു കിടക്കുന്ന തൊഴിലാളിയുടെ നേരെ മറ്റു യാത്രക്കാരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്ത തരങ്ങളാണ്. മരണം എന്നത് ലോക സാധാരണം തന്നെയാണ്. ഭാരത പൗരൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ടിരുന്ന കവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. പക്ഷേ ദരിദ്ര തൊഴിലാളി വർഗം അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ കാണുമ്പോൾ ഈ നാടിനെ പഴിക്കാൻ കവി ഒട്ടും തന്നെ മടിക്കുന്നില്ല. വിശപ്പിൽ വീണ് മനുഷ്യന് മരിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും സൽപ്പേരിനും കളങ്കമാകുമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ കവി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ദരിദ്ര തൊഴിലാളി വർഗം അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ കാണുമ്പോൾ ഈ നാടിനെ പഴിക്കാൻ കവി മടിക്കുന്നില്ല. വിശപ്പിൽ നിന്നും മനുഷ്യൻ മരിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും സൽപ്പേരിനും കളങ്കമാകുമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ചോദ്യം, തീവണ്ടി ഓഫീസിൽ കിടക്കുന്ന മനുഷ്യനെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? തീവണ്ടി ഓഫീസിൽ കിടക്കുന്ന വ്യക്തിയെ കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? മരണാസന്നനായ തൊഴിലാളി, എല്ലും തോലും ഞരമ്പും കൂട്ടിവെച്ച ഒരു മനുഷ്യക്കോലം മാത്രം. അയാൾ തീവണ്ടി ആപ്പീസിന്റെ ഒരഴുക്ക് മൂലയിൽ കിടക്കുന്നു. അയാളുടെ കണ്ണുകൾ പൊഴിഞ്ഞു താണുപോയിരിക്കുന്നു. കവിളൊട്ടിയും മൂക്ക് വളഞ്ഞുമിരിക്കുന്നു. അയാൾക്ക് കുപ്പായമോ കുടയോ ചെരുപ്പോ വിരിപ്പോ മാറാപ്പോ ഒന്നുമില്ല. ആകെയുള്ളത് അരക്കി ചുറ്റിയ ഒരു കീറത്തുണി മാത്രം. അയാളുടെ സവിശേഷതകൾ എന്തെല്ലാം? എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? അത് അത്രയും കാര്യങ്ങളാണ്. എല്ലാം തോലും ഞരമ്പും കൂട്ടി വെച്ചൊരു മനുഷ്യക്കോല മാത്രം. ഒരു മൂലയിൽ, തീവണ്ടി ഓഫീസിന്റെ ഒരു മൂലയിൽ കിടക്കുന്നു. കണ്ണുകൾ പൊഴിഞ്ഞു താണുപോയിരിക്കുന്നു. കവിളൊട്ടി, മൂക്ക് വളഞ്ഞിരിക്കുന്നു. കുപ്പായമോ കുടയോ ചെരുപ്പോ വിരിപ്പോ മാറാപ്പോ ഒന്നുമില്ല. ആകെയുള്ളത് ഒരു കീറത്തുണി മാത്രം. അടുത്ത ചോദ്യം, മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ ഈ നിലയിൽ എത്തിച്ചത് ആര്? രാപ്പകൽ പണിയെടുപ്പിച്ച് ചോരയും നീരും ഊറ്റിയെടുത്ത് ഉപേക്ഷിച്ച് കടഞ്ഞ മുതലാളിമാരാണ് തൊഴിലാളികളെ ഈ വിധം കഷ്ടത്തിലെത്തിച്ചത്. മുതലാളിത്ത വർഗത്തിനെതിരെയുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ അവർക്കെതിരെ തന്റെ പേര് ആയുധമാക്കിയ ഒരു കവിത, അതാണ് മാപ്പ്. രാപ്പകൽ പണിയെടുത്ത് ചോരയും നീരും നിഷേധിച്ച കളഞ്ഞ മുതലാളിമാർ തൊഴിലാളികളെ ഈ വിധം കഷ്ടത്തിലാക്കിയത്. മൂന്നാമത്, തൊഴിലാളികളുടെ ദാരിദ്ര്യത്തിന്റെ മൂർത്താവസ്ഥ കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെ? തൊഴിലാളികളുടെ ദാരിദ്ര്യത്തിന്റെ മൂർത്താവസ്ഥ എങ്ങനെയാണ് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? പാവം തൊഴിലാളി തീവണ്ടി ആപ്പീസിലാണ് മരിക്കാൻ കിടക്കുന്നത്. വെറും ഒരു കീറത്തുണി മാത്രമാണ് അയാളുടെ സമ്പാദ്യം. കുപ്പായമോ ചെരുപ്പോ ഇല്ലാത്ത ദരിദ്രൻ. ഭാഗ്യം കെട്ട ഒരു കുടിലിന്റെ നെടും തൂണായിരുന്നു അയാൾ. അയാൾ ഒരാളുടെയും അനുകമ്പയോ പരിചരണമോ കിട്ടാതെ മരണം കാത്തു കിടക്കുകയാണ്. ആരും എവിടെയും തീവണ്ടി എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ് അയാൾ ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. അയാൾ മരണം കാത്തു കിടക്കുകയാണ്. അതാണ് അതിന്റെ ഒരു വിശദീകരണം. തൊഴിലാളിയുടെ ദാരിദ്ര്യത്തിന്റെ മൂർത്താവസ്ഥ. ഒരു കുടുംബത്തിന്റെ നാഥനാണ് അയാൾ. അടുത്ത ചോദ്യം, മരണാസന്നനായ തൊഴിലാളിയുടെ കിടപ്പ് കണ്ടപ്പോൾ ചുറ്റും കൂടിയ ആൾക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ചിലർ അറപ്പോടെ ദൂരെ മാറിപ്പോയി. ചിലർ കഷ്ടമെന്ന് അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ ചിരിച്ചുകൊണ്ട് ഇതാ പാവം ചാകാൻ പോകുന്നു എന്നും പറഞ്ഞു. ഒരു വൃദ്ധൻ റോഡിൽ കിടക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ആളുകളുടെ പ്രതികരണം എന്താണോ അതുപോലെയൊക്കെ തന്നെയാണ്. ചിലർ കഷ്ടമെന്ന് പറഞ്ഞു, മറ്റു ചിലർ ചിരിച്ചുകൊണ്ട് ഇതാ പാവം ചാവാൻ പോകുന്നു എന്ന് പറഞ്ഞു. മരണം സാധാരണമല്ലെന്ന് ദയയില്ലാതെ പ്രതികരിക്കുകയാണ് മറ്റു ചിലർ ചെയ്തത്. മരണം സാധാരണമല്ലെന്ന് ദയയില്ലാതെ പ്രതികരിക്കുകയാണ് ചിലർ ചെയ്തത്. അയാളുടെ വേഷവും രൂപവും കോലവും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് ആളുകൾക്ക് എന്താണ് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും നിറഞ്ഞ വാക്കുകൾ. അടുത്ത ചോദ്യം, തീവണ്ടി ചെല്ലാത്തിടത്തേക്കുള്ള യാത്ര എന്ന സാങ്കല്പികത്തിന്റെ അർത്ഥവും ഔചിത്യവും വിശദമാക്കുക. തീവണ്ടി ചെല്ലാത്തിടത്തേക്ക് യാത്ര എന്ന സങ്കല്പത്തിന്റെ അർത്ഥം ഔചിത്യവും വിശദമാക്കുക. തീവണ്ടി ആപ്പീസിൽ കാത്തു നിൽക്കുന്നവർ തീവണ്ടിയിൽ കയറി എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നവരാണ്. പക്ഷേ അവിടെ കിടക്കുന്ന സാധു മനുഷ്യനാകട്ടെ പരലോകത്തേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ്. അങ്ങോട്ടേക്കുള്ള യാത്രയായതുകൊണ്ടാണ് തീവണ്ടി ചെല്ലാത്തിടത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. മരണം കാത്തു കിടക്കുകയാണ് അയാൾ. അതുകൊണ്ടാണ് തീവണ്ടി ചെല്ലാത്തൊരിടം എന്ന് പറയുന്നത് തന്റെ പരലോക വാസം അയാൾ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഭൂലോകത്തുള്ള ജീവിതം അത്ര കഷ്ടപ്പാട് നിറഞ്ഞത് കൊണ്ടാവാം അയാൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുന്നത്. ഭൂലോകത്തുള്ള ജീവിതം കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും പ്രയാസങ്ങളും ചൂഷണങ്ങളും നേരിട്ടത് കൊണ്ടാണ് അയാൾ മരണം കാത്തു കിടക്കുന്നത്. അടുത്ത ചോദ്യം, യാത്രക്കാർ യാത്രോദ്യതൻ വാക്കുകളുടെ അർത്ഥവ്യത്യാസം കവിതയിൽ പ്രസക്തമാകുന്നത് എങ്ങനെ? യാത്രക്കാർ ദീർഘയാത്രോദ്യതൻ എന്ന വാക്കുകളുടെ അർത്ഥവ്യത്യാസം. യാത്രക്കാർ രണ്ട് വാക്കാണ്. യാത്രക്കാർ ദീർഘയാത്രോദ്യതൻ. യാത്രോദ്യതൻ എന്നാൽ യാത്രയ്ക്ക് ഒരുങ്ങിയവൻ എന്നാണ് അർത്ഥം.
യാത്രോദ്യതൻ എന്നാൽ യാത്രയ്ക്ക് ഒരുങ്ങിയവൻ. തീവണ്ടി ആപ്പീസിലെത്തിയവരെല്ലാം നിശ്ചിത ദേശങ്ങളിലേക്ക് പോകാൻ തിടുക്കമുള്ളവരാണ്. ഒരാൾ മാത്രം ദീർഘയാത്രോദ്യതനാണ്. ദീർഘയാത്രക്കൊരുങ്ങിയവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്തേക്കുള്ള യാത്രയായതുകൊണ്ട് ദീർഘയാത്രയാവുന്നു. അയാൾ യാത്രക്കൊരുങ്ങിയിരിക്കുന്നുവെന്ന് പറയുന്നതിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കുന്നതിൽ അയാൾക്ക് വിഷമമില്ലെന്ന് വരുന്നു. അത്രമേൽ വേദനകൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ യാത്രക്കാരും ഒരു ദീർഘയാത്രോദ്യതനും തമ്മിലുള്ള അതാണ് രണ്ടാം അർത്ഥം. അടുത്ത ചോദ്യം, മുതലാളിമാരുടെയും തൊഴിലാളിമാരുടെയും ജീവിതാവസ്ഥകൾ തമ്മിലുള്ള താരതമ്യം കവിതയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ? മുതലാളിമാരുടെ ജീവിതം സുഖങ്ങളും ഐശ്വര്യങ്ങളും നിറഞ്ഞതാണ്. അവർക്ക് വേണ്ടി രാപ്പകൽ പണിയെടുത്ത് ചോരയും നീരും വറ്റിയവരാണ് തൊഴിലാളിമാർ. മുതലാളിമാരുടെ ജീവിതം ദേവന്മാരുടേതുപോലെയാണ്. അമൃതതുല്യമായ വിഭവങ്ങൾ ഭക്ഷിക്കുന്നു, മണിമേടകളിൽ താമസിക്കുന്നു. അവർക്ക് ഇത്തരം സുഖങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തൊഴിലാളിയോ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ എവിടെയെങ്കിലും കിടന്ന് മരിക്കേണ്ടി വരുന്നു. ഇപ്രകാരമാണ് മുതലാളിമാരുടെയും തൊഴിലാളിമാരുടെയും ജീവിതം. അത് സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് വിശദീകരിച്ച് എഴുതുക. അടുത്ത ചോദ്യം, ദരിദ്രന്റെ കുടിലിനെ അഭാഗ്യവത്ത് എന്ന് വിശേഷിപ്പിച്ചതിന്റെ പൊരുളെന്ത്? ദരിദ്രന്റെ കുടിലിനെ അഭാഗ്യവത്ത് എന്ന് വിശേഷിപ്പിച്ചത്. അഭാഗ്യവത്ത് എന്ന വാക്കിനർത്ഥം എന്താണ്? ഭാഗ്യമില്ലാത്തത് എന്നാണ്. ദരിദ്രനായ തൊഴിലാളിയുടെ വീട്ടിൽ പട്ടിണിയും കഷ്ടപ്പാടുകളുമായിരിക്കും. അതുകൊണ്ടാണ് ഭാഗ്യമില്ലാത്ത വീടാകുന്നത്. തൊഴിലാളി മരിച്ചു കഴിഞ്ഞാൽ മറ്റാശ്രയമില്ലാത്ത വീടിന്റെ സ്ഥിതി കൂടുതൽ ശോചനീയമാകും. വേറൊരാള് അതിന്റെ നെടുന്തൂണായ നാഥൻ മരിച്ചാൽ ആശ്രയമില്ലാതെ ആ കുടുംബം നശിക്കും. തീർത്തും ഭാഗ്യം കെട്ട് തന്നെയാണ് തൊഴിലാളിയുടെ ജീവിതം. ഭാഗ്യം കെട്ടത് തന്നെയാണ് അത് തൊഴിലാളിയുടെ ജീവിതം. അഭാഗ്യവത്ത് എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ പൊരുൾ അതാണ്. അടുത്തത്, കവിതയിലെ സാമൂഹിക വിമർശനത്തിന്റെ തലങ്ങൾ അപഗ്രഥിക്കുക. കവി എപ്രകാരമാണ് സാമൂഹിക വിമർശനമായി തന്റെ കവിതയെ ഉപയോഗിച്ചത് എന്നത് അപഗ്രഥിക്കുക. സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചുള്ള പ്രകടമായ വിമർശനം കവിതയിലുണ്ട്. മുതലാളിമാർ വിശിഷ്ടങ്ങളായ ഭക്ഷണങ്ങൾ കഴിച്ച് മണിമേടകളിൽ പൂമ്പട്ട് കിടക്കയിൽ കിടന്നുറങ്ങുന്നു. അവർക്ക് വണ്ടിപ്പണിയെടുത്ത് ആരോഗ്യം ക്ഷയിച്ച തൊഴിലാളിമാരോ അന്നത്തിന് വകയില്ലാതെ എവിടെയെങ്കിലും കിടന്ന് ചാവുന്നു. പൊതുജനത്തിന്റെ കാരുണ്യമില്ലാതെയും കവിയുടെ വിമർശനത്തിന് വിധേയമാകുന്നു. പാവം തൊഴിലാളി വണ്ടിയാപ്പീസിൽ മരണവേദന എടുത്ത് പിടയുമ്പോൾ ചിലർ ചിരിക്കുന്നു, ചിലർ കഷ്ടമെന്ന് ഭംഗിവാക്കു പറയുന്നു. മറ്റു ചിലർ മരണം സാധാരണയല്ലേ എന്ന് പ്രതികരിക്കുന്നു. ആരും അല്പം പോലും അനുകമ്പ കാട്ടുന്നില്ല. കവിതയിലെ സാമൂഹ്യ വിമർശനത്തിന്റെ തലങ്ങൾ. കവി പഴയകാലത്തൊക്കെ ആളുകൾ കവിതയും കഥയും നന്നായി വായനാശീലമുള്ളവരായിരുന്നു. അതുകൊണ്ട് എഴുത്തുകാരായിരുന്നു സമൂഹത്തിന്റെ പരിഷ്കരണത്തിന് ഏറെ കൂടുതൽ പങ്ക് വഹിച്ചത്. അപ്പോൾ അവരുടെ സൃഷ്ടികളൊക്കെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവർ കൂടുതൽ ചിന്താശേഷിയുള്ളവരായതുകൊണ്ട് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തെ കൂടി അതൊക്കെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഇത്തരം കവിതകളിൽ നിന്നും നമ്മൾ കഥകളിൽ നിന്നൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ആ കവിതയുടെ ഒരു പൊരുൾ. തൊഴിലാളിയും ആ മുതലാളിയും തമ്മിലുള്ള ആ ഒരു വർഗവ്യത്യാസത്തിന്റെയും സാധാരണക്കാരന്റെ കഷ്ടതയൊക്കെയാണ് കവിതയിൽ വ്യക്തമാക്കുന്നത്. കൂടുതൽ വായിച്ച് ഒന്നുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കിയെടുക്കുക.